ഇതാ മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാം ഇതാ നമ്മുടെ മുന്നിൽ വന്നെത്തിയിരിക്കുകയാണ് അല്ലെ. വളരെ കുറച്ച് ദിവസം മാത്രമേ ഇനി നമ്മുടെ മുന്നിലുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നു, ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ, അതായത് നമ്മളൊക്കെ ഇടുന്ന വീഡിയോസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കാണുക, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക അല്ലെ, നോട്ട്സ് ഒക്കെ വായിച്ചു നോക്കുക. അങ്ങനെ നിങ്ങൾ ശരിയായ രീതിയിൽ ഇനിയെങ്കിലും അല്ലെ, ഉള്ള സമയം മതി. ഇനിയിപ്പോ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഇനിയുള്ള സമയമെങ്കിലും നിങ്ങൾ നന്നായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ക്ലാസ്സിൽ ടോപ്പ് ആവും. നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മാഗ്നറ്റിസം കാന്തികതയിൽ നിന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ദ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്, കൃത്രിമ കാന്തം. അതിന് നമുക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇതാണ്, നാച്ചുറൽ മാഗ്നറ്റ്, നമ്മുടെ സ്വാഭാവിക കാന്തത്തിന് അതിനൊരു ഉദാഹരണം എഴുതണം. അറിയാലോ എന്താണ്? ലോഡ് സ്റ്റോൺ അല്ലെ. ലോഡ് സ്റ്റോൺ എഴുതി കൊടുത്താൽ മതി. മലയാളത്തിലും ഇതന്നെയായിട്ട് എഴുതാ, ലോഡ് സ്റ്റോൺ. കണ്ടോ, ലോഡ് സ്റ്റോൺ എഴുതിയാൽ 1 മാർക്കാണ് അവിടെ. കണ്ടോ, ഇങ്ങനെ കുറെ മാർക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ മാർക്കായി. ഓക്കെ, അപ്പൊ 1 മാർക്ക് കിട്ടി. ഇനി ലോഡ് സ്റ്റോൺ നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലീഡിംഗ് സ്റ്റോൺ എന്ന് എഴുതിയാലും മതി. ഓക്കെ, സെറ്റ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ്. കാന്തത്തിന്റെ രണ്ട് സവിശേഷതകൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. 2 മാർക്കുണ്ട് അല്ലെ. എന്തൊക്കെയാണ് സവിശേഷതകൾ? നമുക്കറിയാം, ഒരു കാന്തത്തിന് എന്തൊക്കെയുണ്ട്? 2 പോളുകൾ ഉണ്ടാകും അല്ലെ. 2 പോളുകൾ ഉണ്ട്, 2 ധ്രുവങ്ങൾ ഉണ്ടാകും. എന്തൊക്കെയാണോ ധ്രുവങ്ങൾ? നോർത്ത് പോളും സൗത്ത് പോളും അല്ലെ. ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും. എന്നും എസ് ഒന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 2 മാഗ്നറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതില് ഒരാളുടെ നോക്കിയ നോർത്തും മറ്റേ ആളുടെ സൗത്തും അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അൺലൈക്ക് പോൾസ് എന്ന് പറയും. മലയാളത്തിൽ എന്താ പറയാ? വിജാതീയ ധ്രുവങ്ങൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? They will attract each other. എന്താണ്? അവര് ആകർഷിക്കും, അട്രാക്ട് ചെയ്യും. ഇനി അതുപോലെ തന്നെ 2 മാഗ്നറ്റ്സിന്റെ എന്റെ കയ്യിൽ, അതിൽ ഒരാളുടെ നോർത്ത് പോളും മറ്റേ ആളുടെ നോർത്ത് പോളും തമ്മിൽ അടുത്ത് വന്നു കഴിഞ്ഞാൽ അല്ലെ, എന്താ പറയാ? ലൈക്ക് പോൾസ്. ഒരുപോലെയല്ലേ? നോർത്ത് ഒന്നല്ലേ? അത് നമ്മൾ മലയാളത്തിൽ എന്ത് പറയും? സജാതീയ ധ്രുവങ്ങൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്താ നടക്കുന്നേ? അവിടെ പോവാണല്ലേ. എന്താണ്? വികർഷിക്കുന്നു അല്ലെങ്കിൽ റിപ്പൽ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇതിനെ നമ്മൾ എഴുതി കൊടുത്താൽ മതി. ഇതിനെ നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടാൻ നോക്കിക്കോളൂ. എങ്ങനെ എഴുതാം? മാഗ്നറ്റ് ഹാസ് 2 പോൾസ്. മാഗ്നറ്റിന് 2 ധ്രുവങ്ങളുണ്ട്. ലൈക്ക് പോൾസ് റിപ്പൽ, സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു. അൺലൈക്ക് പോൾസ് അട്രാക്ട്, വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു. ഇത് എഴുതി കഴിഞ്ഞാൽ 2 മാർക്കാണ് അവിടെ. കണ്ടോ, ഇതിലേതെങ്കിലും 2 പോയിന്റ്സ് എഴുതിയാൽ മതി അല്ലെ. എന്താ അല്ലെ, മാർക്ക് കിട്ടാനാണ് നമുക്ക് അല്ലെ, മാർക്ക് പോവാനാണ് നമുക്ക് പ്രയാസം അല്ലെ. കിട്ടാൻ എന്തൊരു ഈസിയാ. ഓക്കെ, അപ്പോൾ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ ആൻഡ് ബി. എയും ബിയും എഴുതാം. എന്താ എയും ബിയും? എടാ മക്കളെ നോക്കിക്കോ, ഇതാണ് നമ്മുടെ ഭൂമി. ഇതാ ഭൂമിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഇതാ ഒരു ബാർ മാഗ്നറ്റ് പോലെ ഒരാളുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞു ഭൂമിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു മാഗ്നറ്റ് ഉണ്ട് അല്ലെ. അത് കണ്ടുപിടിച്ച ആളാണ് വില്യം ഗിൽബർട്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു പഠിച്ച കാര്യമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഈ മാഗ്നറ്റിന്റെ, ഈ ഭൂമിയുടെ ഉള്ളിലുള്ള ഈ ഒരു കാന്തത്തിന്റെ ധ്രുവം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പോൾ എഴുതുക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒരു ഡൗട്ടും വേണ്ട, ഇതാണ് നമ്മുടെ ഭൂമി. ഭൂമിക്ക് എന്തുണ്ടാകും? ഭൂമിക്ക് അതിൻ്റെതായിട്ടുള്ള ദിശയുണ്ടല്ലോ. എന്തുണ്ട്? ഭൂമിക്ക് അതിൻ്റെതായിട്ടുള്ള വടക്കുണ്ട്, തെക്കുണ്ട് അല്ലെ. അതൊരിക്കലും മാഗ്നറ്റിന്റെ തെക്കും വടക്കും അല്ല കേട്ടോ. അതാണ് മനസ്സിലാക്കേണ്ടത് ആദ്യം. ഭൂമിക്ക് അതിൻ്റെതായിട്ടുള്ള വടക്കും അതിൻ്റെതായിട്ടുള്ള തെക്കും ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഭൂമിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു മാഗ്നറ്റ് ഉണ്ട്. ഒരു മാഗ്നറ്റ് ആയി കഴിഞ്ഞാൽ അതിനെന്ത് വേണം? നോർത്തും സൗത്തും വേണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭൂമിന്റെ നോർത്തിന്റെ അടുത്തായിരിക്കും ഈ മാഗ്നറ്റിന്റെ സൗത്ത്. അതായത് ഇയാളുടെ വടക്കിന്റെ അടുത്തായിരിക്കും ഇയാളുടെ തെക്ക്. കണ്ടോ, അടുത്ത ആളുടെ സൗത്തിന്റെ അടുത്തായിരിക്കും ഈ മാഗ്നറ്റിന്റെ വടക്ക് അല്ലെങ്കിൽ നോർത്ത്. കണ്ടോ, നമ്മളുടെ ജിയോഗ്രഫിക്കൽ സൗത്തിന്റെ അടുത്തായിരിക്കും മാഗ്നറ്റിന്റെ വടക്ക്, മാഗ്നറ്റിന്റെ നോർത്ത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം അല്ലെ. ഇവരെ അട്രാക്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കാൻ ആലോചിച്ചാൽ മതി എപ്പോഴും കേട്ടോ. ഒരിക്കലും അങ്ങനെയല്ല. ആക്ച്വലി ഇതൊരു മാഗ്നറ്റ് അല്ല. ഇവിടെ പറയുന്നത് മാഗ്നറ്റ് അല്ല, ഇവിടെ പറയുന്നത് അതിന്റെ ദിശയാണ്. പക്ഷെ ഇതെന്താണ്? ഇത് അതിന്റെ മാഗ്നറ്റ് ആണ്. നോർത്ത് സൗത്ത് അടുത്ത് അല്ലെ, സൗത്ത് നോർത്ത് അടുത്ത്. ഓക്കെ, സെറ്റ് അല്ലേ? റെഡി? സോ എ എന്ന് പറയുന്നത് എന്താണ്? സൗത്ത് ആണ്. എ എന്ന് പറയുന്നത് എന്താണ്? സൗത്ത് ആണ് കേട്ടോ. എ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? സൗത്ത്. മലയാളം മീഡിയം കുട്ടികളെ വെച്ചാൽ ടീച്ചറെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളുടെ ഭാഗത്ത് അങ്ങനെയല്ല, എസ് എന്നിട്ട് എടുത്താൽ മതിയില്ല. അപ്പൊ എല്ലാവരുടെ ഭാഗത്തും ആയില്ലേ എസ്. ആൻഡ് ബി എന്ന് പറയുന്നത് എന്താണ്? എൻ ആണ്. നോർത്ത് അല്ലെങ്കിൽ വടക്കാണ് കേട്ടോ. ഓക്കെ, മനസ്സിലാക്കുക.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദിസ് അറേഞ്ച്മെന്റ് ഷോൺ? എന്തോ തന്നിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ്, എന്തോ വയർ, ഇതാണ് വയറാണ്, ഇത് സെല്ലാണ് കേട്ടോ, സെല്ല് അറിയാലോ, സെല്ലാണ്. അതിൽ നിന്നൊരു വയറുണ്ട്, വയറിനെ അങ്ങനെ ചുറ്റി അതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് അല്ലേ, ഒരു ആണിയുണ്ട്. ഈ ഒരു അറേഞ്ച്മെന്റ്, ഈ ഒരു സെറ്റപ്പിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതി കൊടുക്കണം. ദിസ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ വൈദ്യുത കാന്തം എന്ന്. എന്താ വൈദ്യുത കാന്തം എന്ന് പറഞ്ഞാൽ വൈദ്യുതി കൊടുക്കുമ്പോ കാന്തമായിട്ട് മാറുക അല്ലെ, വൈദ്യുതി കൊടുക്കുമ്പോ മാത്രമാണ് അത് കാന്തമായിട്ട് മാറുന്നത്, അല്ലാത്ത സമയത്ത് അത് കാന്തമല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, എന്താ വിളിക്കുക, താൽക്കാലിക കാന്തം എന്ന് പറയും കേട്ടോ. താൽക്കാലികമാണ്, വൈദ്യുതി കൊടുക്കുമ്പോൾ മാത്രമല്ലോ, സ്ഥിരമായിട്ട് അങ്ങനെ ഒരു സ്വഭാവം അതിനില്ല. ഓക്കെ, അപ്പം ഈ സെറ്റപ്പിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ദിസ് ഇസ് ഇലക്ട്രോ മാഗ്നറ്റ് വൈദ്യുത കാന്തം. എന്താ സംഭവം, ഇതാണ് നമ്മുടെ സെല്ലിൽ നിന്ന് എന്താണ് വൈദ്യുതി കൊടുക്കും. ഓക്കെ, എങ്ങനെയാ, ഏത് ഡയറക്ഷനിൽ വൈദ്യുതി കൊടുക്കാൻ നമുക്കറിയാം, പോസിറ്റീവ് ആണ്. ഈ സെല്ലിന്റെ വലിയ വര ഉണ്ടല്ലോ, ഇതാണ് അതിന്റെ പോസിറ്റീവ്, ഈ ചെറിയ ലൈനാണ് അതിന്റെ നെഗറ്റീവ്. പോസിറ്റീവിൽ എന്താ കറണ്ട് ഇങ്ങനെ പോകും. ഈ വയറിലൂടെ ഇങ്ങനെ കറണ്ട് പോകുന്ന സമയത്ത് ഈ വയറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ അതിന് ചുറ്റും ഒരു കാന്തിക സ്വഭാവം ഉണ്ടാവുകയാണ്. ഈ സെറ്റപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ വൈദ്യുത കാന്തം. വൈദ്യുതി കൊടുക്കുമ്പോൾ കാന്തമായിട്ട് മാറാം, അത്രേ ഉള്ളൂ. വൈദ്യുതി കൊടുക്കുമ്പോൾ മാത്രമേ കാന്തമായിട്ട് മാറും, അല്ലാത്ത സമയത്ത് ഇത് കാന്തമല്ല അല്ലെ. അപ്പൊ സ്ഥിരമല്ലാത്ത ആളെ നമ്മൾ പറയും താൽക്കാലികം അല്ലെ, താൽക്കാലികം. അപ്പൊ താൽക്കാലിക കാന്തമാണ്. എന്താണ്, വൈദ്യുതി കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു മൊട്ടുസൂചിയൊക്കെ കൊടുന്ന് വെച്ചാൽ അതിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് എന്താണ്, ഇതൊരു കാന്തമായിട്ട് മാറാണ് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ അറേഞ്ച്മെന്റിന്റെ പേരാണ് വൈദ്യുത കാന്തം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ്. ബി ക്വസ്റ്റ്യൻ, write 2 methods to increase the strength of this arrangement. ഈ സംവിധാനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് 2 രീതികൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ, സെല്ലിന്റെ എണ്ണം കൂട്ടുക. സെല്ലിന്റെ എണ്ണം കൂട്ടി എന്താണ്, വൈദ്യുതി അളവ് കൂടും. വൈദ്യുതിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടും. അപ്പൊ കാന്തത്തിന്റെ ആ ശക്തി വർദ്ധിപ്പിക്കാൻ പറ്റും. എന്താണ് കൊടുക്കുന്നത്, വൈദ്യുതിയുടെ അളവ് കൂട്ടുക, കറണ്ടിന്റെ അളവ് കൂട്ടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം സെല്ലിന്റെ എണ്ണം കൂട്ടുക. 2 കൂട്ടിയാലും സെയിം ആണ് കാര്യം. ഓക്കെ, അതുപോലെ തന്നെ ഈ ചുറ്റി വെച്ചിരിക്കുന്ന ഈ ചുരുളുകളുടെ എണ്ണം കൂട്ടുക അല്ലെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. ഇൻക്രീസ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽഡ് കണ്ടക്ടർ, കമ്പി ചുരുളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് കറണ്ട്. അത് മാത്രമല്ല അല്ലെ, ഇതിന്റെ ഛേദതല വിസ്തീർണം കൂട്ടിയാലൊക്കെ എന്താ സംഭവിക്കുക, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എൻ്റെ അടുത്ത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മെറ്റീരിയൽ യൂസ് ടു മേക്ക് ടെമ്പററി മാഗ്നറ്റ്. താൽക്കാലിക കാന്തങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ആരെയാണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നറിയോ? നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് താഴെ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇന്നത്തെ ഈ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ കാര്യങ്ങൾ നമ്മൾ ഇന്ന് രാത്രിയിലെ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ എല്ലാവരും ഇന്ന് രാത്രി ലൈവിലോട്ട് വരാം. കംപ്ലീറ്റ് ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു കാര്യം, ഞാൻ ഇതിലൊരു കുഞ്ഞു ഓപ്ഷൻ നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ കയ്യിൽ 2 മെറ്റീരിയൽ ഉണ്ട്. സോഫ്റ്റ് അയൺ, എന്താണ് സോഫ്റ്റ് അയൺ, പച്ചിരുമ്പുണ്ട് കേട്ടോ, പച്ചിരുമ്പുണ്ട്. അതുപോലെ തന്നെ കയ്യിൽ സ്റ്റീലുണ്ട്, ഉരുക്കുണ്ട്. ഇതിലേത് മെറ്റീരിയലിനെയാണ് എനിക്ക് ടെമ്പററി മാഗ്നറ്റ് അല്ലെങ്കിൽ താൽക്കാലിക കാന്തം ഉണ്ടാക്കാൻ പറ്റുക എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു സോ മച്ച്.